أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബകളിൽ സാംസ്കാരിക ലിബറലിസം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അതിൻ്റെ ആശയത്തെക്കുറിച്ചും നാം സംസാരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കുടുംബം എന്ന് പറയുന്ന സംവിധാനമാണ്, ആശയമാണ് ഈ കാലഘട്ടത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ ലിബറലിസത്തെ തടയിടുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം എന്ന് പറയുന്നത്. കുടുംബം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരുപാട് മൂല്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ സാമൂഹ്യ സ്ഥാപനം കൂടിയാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബ സംവിധാനത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിലെ സാംസ്കാരികമായ ലിബറലിസത്തെ തടയിടുവാൻ കഴിയുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്, മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന വിപണി കേന്ദ്രീകൃതമായ ജീവിത കാഴ്ചപ്പാടാണ് സാംസ്കാരിക ലിബറലിസത്തിൻ്റേത് എന്ന്, ഇൻഡിവിജ്വലിസത്തിൻ്റേത് എന്ന്. ഒരു ഉത്തരവാദിത്വമില്ലാതെ, ആരോടും ഒരു കടപ്പാടുമില്ലാതെ അവനവൻ്റെ സുഖത്തിന് മാത്രം പരിഗണന കൊടുക്കുന്ന ഒരു തിയറിയാണ്, സിദ്ധാന്തമാണ്, ദർശനമാണ് സാംസ്കാരിക ലിബറലിസത്തിൻ്റേത് എന്ന്. അവിടെ എല്ലാം കച്ചവടമാണ്. നിങ്ങൾക്ക് സ്നേഹം വേണോ, അത് കച്ചവടമാണ്. കാരുണ്യം വേണോ, അത് കച്ചവടമാണ്. നിങ്ങൾക്ക് പരിഗണന വേണോ, പരിചരണം വേണോ, എല്ലാം വിപണി കേന്ദ്രീകൃതമായി അവൈലബിൾ ആവുന്ന ഒരു സാമൂഹ്യ ക്രമത്തിലാണ്, ഒരു നാഗരിക ക്രമത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക ലിബറലിസം നിറഞ്ഞ് ആടുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സെക്സ് വേണോ, അത് നിങ്ങൾക്ക് പണം കൊടുത്താൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചരണം വേണോ, അതും പണം കൊടുത്താൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ പ്രായമുള്ളവരുണ്ടോ, നിങ്ങളുടെ ജീവിത സുഖത്തിനും സ്വൈരത്തിനും സ്വസ്ഥതക്കും അത് തടസ്സമാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓൾഡ് ഏജ് ഹോം സംവിധാനത്തിലൂടെ അത് നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികൾ, അത് നിങ്ങൾക്ക് ഡേ കെയർ സെൻ്ററുകളിലൂടെ നിങ്ങൾക്ക് പരിപാലിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ജീവിതം തന്നെ മടുത്തോ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദയാവധം ഉൾപ്പെടെയുള്ള ഓപ്ഷൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരേണ്ടതാണ്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ കടപ്പാടുകളെയും, എല്ലാ ബാധ്യതകളെയും, എല്ലാ നനവും ഇല്ലാതാവുന്ന അവനവൻ്റെ ആത്മസുഖത്തിൽ മാത്രം കേന്ദ്രീകൃതമായൊരു കാഴ്ചപ്പാടാണ്. അതിൻ്റെ ദുരന്തവും നമ്മുടെ നാട്ടിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ജീവിതത്തിൽ സുഹൃതങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ശവപ്പറമ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാംസ്കാരിക ലിബറലിസം സാമൂഹ്യ ജീവിതത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതിൽ യാതൊരു തർക്കവും അനുഭവം കൊണ്ടുമില്ല, ആശയം കൊണ്ട് നമുക്ക് കാണുക സാധ്യമല്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ മാത്രം 122 കുട്ടികളെയാണ് ഉമ്മമാർ പ്രസവിച്ചതിന് ശേഷം കൊന്നത്. 122 കുട്ടികൾ. ഇത് പിറന്ന കുഞ്ഞിനെ കൊന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾക്കറിയാവുന്നതുപോലെ ശീതീകരിച്ച ഹോസ്പിറ്റലുകളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ യഥാർത്ഥത്തിൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നിങ്ങൾ ഡോക്ടേഴ്സിനോടും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോടും സംസാരിച്ചു കഴിഞ്ഞാൽ തങ്ങളറിയാത്ത വിധം പഠിക്കുന്ന കുട്ടികളും പലപ്പോഴും അവിഹിതമായ സ്വഭാവത്തിൽ ഗർഭം ധരിച്ചതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അബോർഷൻ്റെ കണക്ക്, യുദ്ധക്കളത്തിൽ എന്ന പോലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പെൺകുട്ടിനെ പിറന്നു വീഴാൻ, ജന്മം കൊള്ളാൻ ഭാഗ്യം ലഭിക്കാതെ കൊല ചെയ്യപ്പെടുന്ന, ഭ്രൂണഹത്യ നടത്തപ്പെടുന്ന സാഹചര്യവും നമ്മുടെ ചുറ്റുപാടും ധാരാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെയുള്ള
ഒരു കാലത്ത് വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ഈ അടുത്ത് പറഞ്ഞ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനത് വിടാം. അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ലിവിങ് ടുഗദറിലൂടെ ജനിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് പിറന്നു വീഴുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലൊരു ഉത്സവമാണ്. പക്ഷേ ജീവിതത്തെ ആസ്വാദ്യകരമാക്കാൻ വേണ്ടി പരസ്പരം ലിവിങ് ടുഗദർ ആഘോഷിച്ചതിന് ശേഷം അതിൽ പിറന്നു വീഴുന്ന കുഞ്ഞ് ഒരു തർക്കവസ്തുവായി മാറുന്ന വിചിത്രമായ ഒരു കാലത്തും ഒരു ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് അമേരിക്കയിലല്ല പറയുന്നത്, ഇത് പറയുന്നത് പ്രബുദ്ധ മലയാളത്തിൻ്റെ മണ്ണിലെ നമ്മുടെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് പറഞ്ഞത് അത്തരം കുട്ടികളുടെ തർക്കമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ മാതാപിതാക്കൾ ഭാരമാകുന്ന, അതുപോലെ തന്നെ മക്കൾ ഭാരമാകുന്ന ഒരു രോഗം നമ്മുടെയൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ജന്മം നൽകിയ മാതാപിതാക്കളോടുള്ള കടപ്പാട് മറക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 10 മാസം ഗർഭം ധരിക്കുന്ന ഉമ്മക്ക് നേരെ കയ്യൂങ്ങുകയല്ല, ഉമ്മക്ക് നേരെ മടവാളൂങ്ങുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കളെ നശിപ്പിക്കുന്ന മക്കൾ വരെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, മുലപ്പാലിൻ്റെ മധുരം മറന്നപ്പോഴാണ് കണ്ണീരിൻ്റെ കയ്പ് കുടിച്ച് അമ്മയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് എന്ന് പറയാറുണ്ട്. നമ്മൾ നുകർന്ന മുലപ്പാലിൻ്റെ മധുരം മറക്കുമ്പോഴാണ് നമുക്ക് ഉമ്മ ആരാണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ, ഉമ്മ എൻ്റെ ജീവിതത്തിൻ്റെ സുഖാസ്വാദനത്തിൻ്റെ വഴിയിൽ ഏറ്റവും വലിയൊരു പ്രതിബന്ധമാണ് എന്ന തെറ്റായ കൺക്ലൂഷനിലേക്ക് ഒരു ജനറേഷൻ എത്തിപ്പെടുന്നത്. നിങ്ങൾ അഗതി മന്ദിരങ്ങൾ സന്ദർശിക്കുക. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതയാത്രയിൽ അഗതി മന്ദിരങ്ങൾ, ഓൾഡ് ഏജ് ഹോമുകൾ സന്ദർശിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് അവിടെ കാണാൻ കഴിയുക, ജീവിതത്തിൽ പലപ്പോഴും പറിച്ചെറിയപ്പെട്ട ആരാരുമില്ലാത്ത ഒരുപാട് ആളുകളെ നിങ്ങൾ അവിടെ കാണാൻ കഴിയും. ആ ജീവിത ദുരിതത്തിൻ്റെ എല്ലാ അടയാളക്കുറികളും അവരുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേസമയം ജീവിതത്തിൽ എല്ലാ ഐശ്വര്യത്തിൻ്റെയും, അതുപോലെ തന്നെ എല്ലാ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അടയാളക്കുറികളുള്ള അമ്മമാരെയും ഉമ്മമാരെയും കാണാൻ കഴിയും. അവരോട് ചോദിച്ചാൽ അവർ മറുപടി പറയാറില്ല, അവർ കരയാറാണ് പതിവ്. ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവരെ കാണുമ്പോൾ അവരുടെ പഴയ കാലം ചോദിക്കരുത് എന്നാണ്. അവരെ ആ പഴയ കാലത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞാൻ പാത്രം കഴുകിയിട്ടാണ് എൻ്റെ മകനെ പോറ്റിയത്. പക്ഷേ ഞാൻ പാത്രം കഴുകി എൻ്റെ മകനെ പോറ്റിയതിന് ശേഷം അവനിപ്പോൾ അവസാനം അവൻ എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഇടമാണിത് എന്ന് പറഞ്ഞ് സംസാരം പൂർത്തിയാക്കാൻ കഴിയാത്ത ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ചെറിയ ഉദാഹരണമല്ല, ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഞാൻ ഈ അടുത്തൊരു സുഹൃത്തിനെ കണ്ടു, ഞാൻ അറിയുന്ന സുഹൃത്ത്. അദ്ദേഹത്തോട് ഏക മകനാണ് അയാൾക്കുള്ളത്. അയാൾ ജീവിതത്തിൻ്റെ നല്ല നാളുകളെല്ലാം മരുഭൂമിയിൽ ഏതാണ്ട് വളരെ 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 മരുഭൂമിയിൽ വെയിൽ കൊണ്ട് പണിയെടുത്ത് കുടുംബത്തെ പോറ്റിയ മനുഷ്യനാണ്. ഏതാണ്ട് മകൻ പഠിച്ചു, അവൻ വളർന്നു, അവനെ ഗൾഫിലേക്ക് അയച്ചു എന്ന സമാധാനത്തിൽ ഒരു വീട് വെച്ചു, എന്നിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മക്കളുടെ വിവരം? അദ്ദേഹം പറഞ്ഞു, മകൻ വന്നു, ജോലിയായി, അവൻ നല്ല ജോലിയിലാണ്, ഇപ്പോൾ അവൻ കഴിഞ്ഞ ദിവസം വന്നു, അവൻ വീട് കൂടി, അവൻ പോയി. അതെനിക്ക് സുഖമായി തോന്നിയില്ല. വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയാതെയാണ് അവൻ വീടെടുത്തത്, അത്യാവശ്യം നല്ലൊരു വീടാണ്. വന്നിട്ട് അവൻ ഭാര്യയും കുട്ടികളെയും കൂട്ടി കൂടുമ്പോഴാണ് എന്നോട് പറഞ്ഞത്, അവൻ എന്തിനാണ് ആ വീട് വെച്ചത്, ഈ വീട് ഞാൻ അവന് വേണ്ടി വെച്ചതല്ലേ എന്നാണ്. മാത്രമല്ല, ഈ വീട് ഞാൻ അവന് വേണ്ടി വെച്ചതല്ലേ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അവനൊരു എസ്റ്റേറ്റ്, 1 ഏക്കർ തോട്ടം, റബ്ബർ തോട്ടം എടുത്തിരുന്നെങ്കിൽ, ഒരു പഴയ ടാപ്പിങ്ങുകാരനാണ്, എനിക്കതിൽ ടാപ്പിംഗ് തൊഴിലും എടുക്കാമായിരുന്നു, അവനത് കൊണ്ടു കൊടുക്കാനും പറ്റുമായിരുന്നു, അവൻ ഈ വീട്ടിൽ താമസിക്കുകയും ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. നടന്നു തീർത്ത വഴികൾ മറന്നു പോകുന്ന, നൊന്ത് പ്രസവിച്ച ഉമ്മയെ വിട്ടുപോകുന്ന, അതുപോലെ തന്നെ വെയിൽ കൊണ്ട് സ്വപ്നം കണ്ട സ്വന്തം പാപ്പാനെ വിസ്മരിച്ചു പോകുന്ന, തൻ്റെ ജീവിത പങ്കാളിയായി കിട്ടുന്നവരിൽ ജീവിത സുഖത്തിൻ്റെ എല്ലാം ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു തലമുറയുടെ വളർച്ചയുടെ അടിസ്ഥാനവും ആധാരവും ഈ സാംസ്കാരിക ലിബറലിസം തന്നെയാണ്. അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികമായ കാഴ്ചപ്പാടിൽ നിന്നുള്ള പിറകോട്ടുപോക്കിൻ്റെ തുടർച്ചയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. നമ്മൾ പറയാറുണ്ടല്ലോ, കുട്ടിക്കാലത്ത് അമ്മ എൻ്റേതാണെന്ന് പറഞ്ഞ് തല്ലുകൂടിയവർ. അങ്ങനെയാണ് കുട്ടിക്കാലത്ത് നമ്മൾ ഉമ്മാൻ്റെ മടിയിൽ കയറാൻ മറക്കാൻ പാടില്ലല്ലോ. നമ്മളത് ഉമ്മാൻ്റെ മടിയിൽ കയറാൻ നമ്മൾ പലപ്പോഴും ബഹളം വെക്കാറില്ലേ? അപ്പോൾ ഉമ്മ എൻ്റേതാണ് എന്ന് പറയുന്ന തല്ലുകൂടിയവർ വലുതായപ്പോൾ അമ്മ അല്ലെങ്കിൽ ഉമ്മ നിൻ്റേതു കൂടിയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് തല്ല്. ഇത് വളരെ 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 വസ്തുതാപരമായ, എന്താ അവനെന്താ നോക്കിക്കൂടെ, ഓൻ്റെതും കൂടിയല്ലേ അമ്മ,
ഓൻ്റെതും കൂടിയല്ലേ എപ്പാ, ഞാനൊരുപാട് നോക്കിയില്ലേ. നേരെ മറിച്ച് ചെറുപ്പത്തിൽ അങ്ങനെയല്ല. ആ ഉമ്മാൻ്റെ മടി കിട്ടാൻ വേണ്ടി ഒരു മടിയും കൂടാതെ കലഹിച്ചവരല്ലേ നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് കേൾക്കേണ്ടി വരുന്ന ഒരു ഉമ്മാൻ്റെ ഹൃദയം പൊട്ടൂലേ, ഒരു ഉപ്പാൻ്റെ മനസ്സ് തകരൂലേ? അവിടെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കുടുംബം എന്ന് പറയുന്ന ഉജ്ജ്വലമായ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്കിതിനെ മറികടക്കാൻ കഴിയുകയുള്ളൂ. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിനക്ക് സെക്സ് വേണമെങ്കിൽ ഹോമോ വേണോ അല്ലെങ്കിൽ ഹെട്രോ വേണോ, അതുകൊണ്ട് നിനക്ക് മാർക്കറ്റിൽ പോയാൽ അത് ലഭിക്കുമെന്നല്ല പഠിപ്പിച്ചത്. നിന്റെ ജീവിതത്തിൻ്റെ ജൈവികമായ ആവശ്യത്തിൻ്റെ തേട്ടമെന്ന അർത്ഥത്തിൽ വിവാഹത്തിൻ്റെ പ്രായമായി കഴിഞ്ഞാൽ ഫമനിസ്തതാമിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, വിവാഹം കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അത് മീസാക്കൻ അലീല, അത് സുദൃഢമായ ഒരു കരാറാണ്, കരുത്തുറ്റ ഒരു കരാറാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൻ്റെ സൗന്ദര്യത്തെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് ഉത്തരവാദിത്വത്തിൻ്റെ കെട്ടുപാടുകളിലാണ്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലൻ അൻ റഇയതിഹി ഫൽ ഇമാമു റാഇൻ വ മസ്ഊലൻ അൻ റഇയതിഹി വറജുലു റാഇൻ ഫി അഹ്ലി ബൈതിഹി വമസ്ഊലൻ അൻ റഇയതിഹി വൽമർഅത്തു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി വമസ്ഊലത്തുൻ അൻ റഇയതിഹാ والولد راع في مال أبيه ومسؤول عن رعيته والخادم راع في مال سيده ومسؤول عن رعيته فكلكم راع وكلكم مسؤول عن رعيته എന്ന് വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉത്തരവാദിത്വത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമാണ്. നേതാക്കന്മാർക്ക് അനുയായികളെ കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാണുള്ളത്? രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പിതാവിന്, ഒരു പുരുഷന് അവൻ്റെ കുടുംബത്തെക്കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഒരു സ്ത്രീക്ക് ആ കുടുംബത്തെക്കുറിച്ച്, അവരുടെ മക്കളെക്കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്, അവൾ ചോദ്യം ചെയ്യപ്പെടും. ഒരു കുഞ്ഞിന്, മകന് അവൻ്റെ വാപ്പ ഉണ്ടാക്കിയ സ്വത്തുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്, അവനും ചോദ്യം ചെയ്യപ്പെടും. ഒരു സെർവൻറ്റിന് ആ സെർവൻറ്റിന് അസൈൻ ചെയ്ത് കൊടുത്ത ചുമതലയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്, അവനും ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് സൗന്ദര്യമുള്ളതാകുന്നത് ഉത്തരവാദിത്വ നിർവഹണത്തിലൂടെയാണ് എന്ന ഉജ്ജ്വലമായ ഒരാശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, എല്ലാ ഉത്തരവാദിത്വങ്ങളുടെയും എല്ലാ കടപ്പാടുകളുടെയും ചരട് മുറിച്ച് കളയുന്ന അപകടകരമായ തിയറി ലിബറലിസം മുന്നോട്ട് വെക്കുമ്പോൾ പരസ്പരം ചേർത്ത് നിർത്തലിൻ്റെയും കൂട്ടിപ്പിടിക്കലിൻ്റെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും ആശയമാണ് ഇസ്ലാം കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഉത്തരവാദിത്വത്തിലാണ് കുടുംബം പറക്കുന്നത്, കൂടിയാലോചനയിലാണ് അത് മുന്നോട്ട് പോകുന്നത്, പ്രണയത്തിലാണ്, അതുപോലെ തന്നെ സ്നേഹത്തിലാണ് അത് സൗന്ദര്യമുള്ളതായി മാറുന്നത്. വിട്ടുവീഴ്ച ഉണ്ടാകുമ്പോഴാണ് ഒരു കുടുംബജീവിതം നമുക്ക് സന്തോഷമുള്ള കാഴ്ചയായി തീരുന്നത്. പിറന്നു വീണത് മുതൽ മരിച്ചു വീഴുന്നത് വരെയുള്ള യഥാർത്ഥത്തിൽ കാരുണ്യ ചിറകിലേറിയുള്ള ഒരു മനുഷ്യന്റെ ജീവിതയാത്രയാണ് കുടുംബം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതില്ലാതെയാകുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ കരഞ്ഞിട്ടാണ് നമ്മൾ പിറന്നു വീഴുക, പലരെയും കരയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര പറയുക. നമ്മൾ പിറന്നു വീഴുമ്പോൾ സൈകരിക്കാനും നമ്മൾ യാത്രയാകുമ്പോൾ നമ്മളെ യാത്രയാക്കാനും നമ്മുടെ കൂടെയുള്ളവരുടെ പേരല്ലേ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബം ഉണ്ടാകുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യാക്ഷരം ഒരു കുഞ്ഞ് ഉരുവിടുന്നത് ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ്. ആദ്യ ഭക്ഷണം ഒരു കുഞ്ഞ് കഴിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപാരമായ അനുഗ്രഹം എന്ന അർത്ഥത്തിൽ ഒരു മാതാവിൻ്റെ മാറിടത്തിൽ ചുരുത്തുന്ന എല്ലാ പ്രോട്ടീനുകളും അടങ്ങിയ അമ്മിഞ്ഞ പാലിൽ നിന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, അവിടെ നിന്ന് തുടങ്ങുന്ന ജീവിതയാത്രയിൽ കൗമാരം ആ ഉമ്മയുടെ കരുതലിലാണ്, യൗവനം ആ മാതാപിതാക്കളുടെ കരുതലിലാണ്, വാർദ്ധക്യത്തിൽ എത്തിന്നാലും ആ ഉമ്മയുടെയും ബാപ്പയുടെയും കരുതൽ മാറൂല. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, ഞാൻ വല്ലാതെ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. എവിടെ എത്തിയാലും രാത്രി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉമ്മാനെ വിളിച്ചു ചോദിച്ചാൽ ഉമ്മ ചോദിക്കും, വിഷമമൊന്നുമില്ലല്ലോ എന്നല്ല ചോദിക്കുക, എന്ന് ചോദിച്ചതിന് ശേഷം ചോദിക്കും, മോനെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. ഈ പ്രായമുള്ള 52 എന്നോട് എന്തിനാണ് എൻ്റെ ഉമ്മ മോനെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത്? ആ കരുതലിൻ്റെ പേരാണ് ഉമ്മ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തി നിന്നാൽ ആ വാർദ്ധക്യത്തെയും മക്കളുടെ അതുപോലെ തന്നെ പേരമക്കളുടെ കൈകളിലൂടെയാണ് ആ വാർദ്ധക്യം നമ്മൾ ചെലവഴിക്കുക. എത്ര സുന്ദരമായിട്ടാണ് നമ്മളെ മക്കൾ കൊണ്ട് നടക്കാറുള്ളത്. നമ്മൾ മക്കളെ കൊണ്ട് നടന്ന പോലെ മക്കൾ നമ്മളെ കൊണ്ട് നടക്കുന്നതിൻ്റെ പേരാണ് കുടുംബം. ആ പേരില്ലേ
നമ്മൾ ആ ബാധ്യത നിർവഹിച്ചില്ല എന്നുള്ളതാണ് അർത്ഥം. ഈ കുടുംബത്തെ റദ്ദ് ചെയ്യുന്നതോടുകൂടി ഒരു സമൂഹത്തിൽ അരാജകത്വമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിറന്നു വീഴുന്ന കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആളില്ല എങ്കിൽ, വളരുന്ന കൗമാരത്തിന് മാർഗനിർദ്ദേശം നൽകാൻ ആളില്ല എങ്കിൽ, അതുപോലെ തന്നെ വളർന്ന് ഏതാണ്ട് ജീവിതത്തിൽ എന്തും ചെയ്യാൻ ചോരക്ക് ചൂടുള്ള സമയത്ത് യൗവനത്തിന് മാർഗനിർദ്ദേശം നൽകാൻ കൂടെ ആരുമില്ല എങ്കിൽ, വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഒന്ന് ചായാൻ ഒരു ചുമലില്ല എങ്കിൽ, കിടപ്പിലാകുന്ന ഘട്ടത്തിൽ ഒന്ന് താങ്ങാൻ ഒരു കൈകളില്ല എങ്കിൽ, അവസാനം മരണത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഘട്ടത്തിൽ തഴുകിത്തലോടി കലിമത്തു തൗഹീദ് ഉച്ചരിക്കുന്ന ആ വചനം കേൾക്കാനും ചുറ്റും ആരും ഇല്ല എങ്കിൽ, ഞാൻ പറയുന്നത് ആ ജീവിതം യഥാർത്ഥത്തിൽ ശൂന്യമാണ്, നഷ്ടമാണ്, ദുരന്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാമുള്ള ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു സംവിധാനത്തിന്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. കുട്ടികൾ സ്നേഹിക്കപ്പെടുന്ന ഇടമാണ് കുടുംബം, കൗമാരം പരിഗണിക്കപ്പെടുന്ന ഇടമാണ് കുടുംബം, യൗവനം മാർഗനിർദ്ദേശം നൽകപ്പെടുന്ന ഇടമാണ് കുടുംബം, വാർദ്ധക്യത്തിൽ പരിഗണിക്കപ്പെടുന്ന ഇടമാണ് കുടുംബം, അതുപോലെ തന്നെ രോഗികൾ പരിചരിക്കപ്പെടുന്ന ഇടമാണ് കുടുംബം. നമുക്കൊരു ജന്മം കിട്ടിയാൽ, അഥവാ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു ജന്മമുണ്ട് എങ്കിൽ, ഈ പറയുന്ന മുതലാളിത്ത ലിബറലിസത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ആ ജന്മം എന്ന് പറയുന്നത് തീർത്ത് കളയേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിനെ കാണുക അതെന്റെ സ്വർഗമാണ് എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു അർത്ഥത്തിലുള്ള കുടുംബ ജീവിതത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ കുടുംബത്തെ മുൻനിർത്തിയിട്ടാണ് ഈ കാലഘട്ടത്തിലെ സാംസ്കാരിക ലിബറലിസത്തെ നമുക്ക് ചെറുക്കേണ്ടതായിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്തരം ഉയർന്ന മൂല്യങ്ങളുള്ള കുടുംബത്തെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിനകത്തും ഈ പറയുന്ന സാംസ്കാരിക ലിബറലിസത്തിന്റെ സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ അപകടം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് വരുന്നത്. ജോലിയാവട്ടെ, വിവാഹത്തിന് മടി കാണിക്കുന്ന കുട്ടികൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, വിവാഹത്തെ അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്, കുടുംബജീവിതത്തെ അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ആരാണ് അവരെ ഭയപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, കുടുംബം ഭാരമാണ്, അസ്വാതന്ത്ര്യമാണ്, അടിമത്വമാണ്, അടിയറവ് പറയലാണ്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ സുഖാസ്വാദനത്തിന്റെയും അറുതിയാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ക്യാമ്പസുകളിലെ സാംസ്കാരിക ലിബറലിസം അതിൽ ഒന്നാമത്തെ പ്രതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ പറയാറുള്ളത്, ഒന്ന് പഠിക്കട്ടെ, അത് കഴിഞ്ഞാൽ പറയും ജോലിയാകട്ടെ, എന്നിട്ട് പറയും സെറ്റാവട്ടെ. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അഥവാ എൻ്റെ കുടുംബജീവിതം മലങ്കോലപ്പെട്ടാലും എനിക്ക് സ്വന്തം കാലിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ആലോചനയാണ് കടന്നു വരുന്നത്. കുടുംബത്തെക്കുറിച്ചുള്ള ആലോചനയിൽ വരേണ്ടത്, കുടുംബത്തിന്റെ സന്തോഷം പൂക്കുന്ന പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സങ്കല്പത്തിനപ്പുറം വളർന്നു വരുന്ന പെൺകുട്ടികളുടെ ഹൃദയാന്തരങ്ങളിൽ തകരാനിടയുള്ള ഒരു സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ബദലിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ നമുക്കിടയിൽ വളർന്നു വന്ന കുടുംബ ജീവിതം കൂടിയാണ് അതിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലേറ്റ് മാരേജ്, ലേറ്റ് കാരേജ് എന്ന് പറയുന്നത് ഇന്ന് വ്യാപകമാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ സമ്പന്നത എന്ന് പറയുന്നത് ധാരാളം മക്കളുള്ള, ധാരാളം യങ്സ്റ്റേഴ്സ് ഉള്ള, ഡൈനാമിക് ആയ ഒരു ജനറേഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഇന്ന് വിവാഹം ലേറ്റാണ്, അതുപോലെ തന്നെ സന്താനം സൗഭാഗ്യം എന്ന് പറയുന്നത് ലേറ്റാണ്. അതുപോലും വേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പരസ്പരം ഒന്നായി ചേരാനുള്ള ഒരു ഇണ എന്ന കാഴ്ചപ്പാടിനപ്പുറം അവകാശത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന സാഹചര്യം ഇന്ന് നമ്മുടെയൊക്കെ കുട്ടികളുടെ കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്തൊരു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇടപെട്ടത് നല്ല മക്കളാണ്, നിഷ്കരിക്കുന്നവരാണ്, തലമുറക്കുന്ന എല്ലാ ഇസ്ലാമിന്റെ എല്ലാ ഫോർമാലിറ്റീസും പാലിക്കുന്ന കുട്ടികളാണ്, ഖുർആൻ ഓതുന്നവരാണ്, ദീനി ചിട്ടയുള്ള കുട്ടികളാണ്, ദീനിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ സമീപിക്കുന്നവരുമാണ്. ഞാൻ അവർ പിരിയാൻ തീരുമാനിച്ചു. അവർ പിരിയാൻ തീരുമാനിക്കുന്നത് വളരെ സിമ്പിളാണ്, പഴയതുപോലെയല്ല. അവർ പിരിയാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് അവർ പറയുന്ന കാരണമൊന്നും മനസ്സിലാകുന്നില്ല. അവസാനം മോള് പറഞ്ഞു, എന്ത് പറഞ്ഞാലും മുജീബ് സാഹിബേ, കുടുംബജീവിതത്തിൽ ഒരു വൈബ് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ലൈഫിൽ ഒരു വൈബ് കിട്ടുന്നില്ല. ഞാൻ പറയുന്നത്, നമ്മൾ അവിടെ, അതായത് കുടുംബത്തിലൊരു വിട്ടുവീഴ്ചയുണ്ട്, പരസ്പരം പൊറുക്കലുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കലുണ്ട്, അതെല്ലാം മാറിപ്പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് അവരെ കുടുംബത്തിന്റെ അപ്പോൾ അവൾ റൊമാൻറ്റിക് ആയിരിക്കും, അവൻ ചിലപ്പോൾ റൊമാൻറ്റിക് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ അത് മാനേജബിൾ ആണ്. പക്ഷെ അത്തരം മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അത്തരം വിട്ടുവീഴ്ചകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ അജണ്ടയിലില്ല ഈ ഒരു അർത്ഥത്തിൽ. അതുകൊണ്ടാണ് നമുക്കകത്ത്, നിങ്ങൾക്കറിയാലോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച
പഠിപ്പിച്ചു, ത്വലാഖ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സിംഹാസനം വിറകൊള്ളുന്ന ഒന്നാണ്. പക്ഷേ ഇന്ന് ഹാപ്പിലി മാരീഡ് എന്ന പോലെ തന്നെ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ട മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹാപ്പിലി ഡിവോഴ്സ്ഡ്. അതുകൊണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും വരുന്നു, എന്നിട്ട് അവർ ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് ചായ കുടിക്കുന്നു, ഒരുമിച്ച് ചായ കുടിച്ച് നമ്മൾ തമ്മിലുള്ള എല്ലാ സൗഹൃദവും ഉണ്ടാവും, പക്ഷെ ഒരുമിച്ച് ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന അത്രമാത്രം ലാഘവത്വം മീസാക്കൻ വലീല എന്ന് പറയുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം, സമയത്തിന്റെ കമ്മിയുണ്ട്. ഞാൻ പറയുന്നത്, ഒന്നാമത് വിവാഹം വേണ്ട എന്ന് ചില കുട്ടികൾ പറയുന്നുണ്ട്. ഒരിക്കൽ ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, എന്താ മോളെ നീ വിവാഹം വേണ്ട എന്ന് പറഞ്ഞത്? അവൾ പിന്നീട് വിവാഹത്തിന് സന്നദ്ധമായി. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞത്, ഞാൻ എൻ്റെ ഉപ്പയും ഉമ്മയും ജീവിക്കുന്നത് കാണുന്നു, അതുകൊണ്ട് വിവാഹം വേണ്ട എന്നുള്ളതാണ്. എൻ്റെ പേരൻസ് ജീവിക്കുന്നത് ഞാൻ കാണുന്നു, അതിനെക്കൊണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്നുള്ളതാണ്. രണ്ടാമത് അവൾ വിവാഹത്തിന് സന്നദ്ധമായപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നീ അത് പറഞ്ഞു വിവാഹം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വേണമെന്നായോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഉപ്പയും ഉമ്മയും അല്ലല്ലോ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ വിവാഹം വേണം എന്ന് വെച്ചത്. ഞാൻ പറയുന്നത്, പലപ്പോഴും പെൺകുട്ടികൾ വിവാഹത്തിന് മടിക്കുന്നത് ഒന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ലിബറൽ കാഴ്ചപ്പാടാണ് എങ്കിൽ ഒന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉള്ള സ്നേഹം പോലും പ്രകടിപ്പിക്കാത്ത ദമ്പതിമാരെ അവർ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ വൈഫിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ പ്രായപൂർത്തിയായ മകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ വൈഫിനെ ഞാൻ എങ്ങനെയാണ്, അവളുടെ ഉമ്മയെ ഞാൻ എങ്ങനെയാണ് പൊസിഷൻ ചെയ്തത് എന്ന് എൻ്റെ മകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വൈഫിനെ പൊസിഷൻ ചെയ്തത് എങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ ഒരു പെൺകുട്ടി മറ്റൊരു ജീവിതത്തിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുക ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മൾ മാറ്റിപ്പണിയണം. സാംസ്കാരിക ലിബറലിസത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വഴുതി വീഴുന്നുണ്ട് എങ്കിൽ, വിവാഹത്തെ നമ്മുടെ കുട്ടികൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, വിവാഹം വേണ്ട എന്ന് നമ്മുടെ കുട്ടികൾ പറയുന്നുണ്ട് എങ്കിൽ, വിവാഹം ലേറ്റായിട്ട് മതി എന്ന് നമ്മുടെ കുട്ടികൾ നിർദ്ദേശം വെക്കുന്നുണ്ട് എങ്കിൽ, അവർക്ക് വിവാഹം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പരസ്പരമുള്ള ചേരലിൻ്റെയും ചേർക്കലിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അലിഞ്ഞലിഞ്ഞ് ഒന്നാവുന്നതിൻ്റെയും അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഉജ്ജ്വലമായ ആശയമാണ് എന്ന് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടുകൂടിയാണ് അത് സംഭവിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതാണ്. ആണധികാര പ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകാറുണ്ട്. ആണധികാര പ്രയോഗം എന്ന് പറഞ്ഞാൽ അവരെ കേൾക്കാൻ പോലും നമ്മൾ പലപ്പോഴും സന്നദ്ധമാകാറില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രഷറും നമ്മൾ പലപ്പോഴും ഭാര്യമാരിലേക്കാണ് കൊടുക്കുക. അവൾക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പ്രഷർ ഇടുന്നത് എന്ന്, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം കാലാവസ്ഥ നിരീക്ഷകന്മാരെ കുറിച്ച് നിരീക്ഷണം പറയുന്നത് പോലെ ഭർത്താവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് നിഗമനം നടത്തേണ്ടി വരുന്ന ഭാര്യമാർ നമ്മുടെ വീടുകളിലുണ്ട്. നല്ല ഭർത്താക്കന്മാരാണ്, പക്ഷേ തൻ്റെ ഭാര്യയോടും മര്യാദക്ക് പെരുമാറാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇത് അവരെ മാത്രമല്ല ബാധിക്കുന്നത്, അത് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയേ പറ്റൂ. കുറ്റപ്പെടുത്തലുകൾ നടത്തുന്ന ആളുകളുണ്ട്, അധിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്, തിരിച്ചുമുണ്ടാകും. ഞാൻ പറയുന്നത്, പലപ്പോഴും പെൺകുട്ടികൾ അനുഭവിക്കുന്നത് ബാപ്പ ഉമ്മയോട് കാണിക്കുന്ന അധികാര പ്രയോഗമാണ്, ബാപ്പ ഉമ്മയോട് കാണിക്കുന്ന അധിക്ഷേപ സ്വരങ്ങളാണ്, ബാപ്പ ഉമ്മയോട് കാണിക്കുന്ന കുറ്റപ്പെടുത്തലുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മുടെ ഭാര്യമാർ ജീവിതത്തിൽ ആവർത്തനങ്ങളെ മാത്രം വിരസതയില്ലാതെ അഭിമുഖീകരിക്കുന്നവരാണ്. അവരുടെ സുബഹിക്ക് മുമ്പ് എണീറ്റ് ചായ കൊണ്ട് തുടങ്ങുന്നതാണ്. നമ്മൾ കിടന്നതിന് ശേഷം എല്ലാം കഴിഞ്ഞ് പാത്രം പെറുക്കിയെടുത്ത് വൃത്തിയാക്കി അവസാനം നമ്മുടെ കിടപ്പറയിൽ വന്ന് നമ്മുടെ കൂടെ അവൾ കിടന്നുറങ്ങുന്നവളാണ്. നിങ്ങളുടെ ജീവിതം എന്നും ഒന്നാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരുപാട് പുതുമകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവർ രാവിലെ മുതൽ എത്ര കൊല്ലമായി എൻ്റെ കൂടെ, 25 വർഷമായി, 30 വർഷമായി, 40 വർഷമായി എന്നെ കേന്ദ്രീകരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതമാണ് അവളുടെ ജീവിതം എന്ന് മനസ്സിലാക്കി വിലമതിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. വിവാഹത്തിന്റെ തന്നെ മാനദണ്ഡങ്ങളിൽ നിന്ന് പലർക്കും തെറ്റുപറ്റാറുണ്ട്. സൗന്ദര്യം നോക്കി, സമ്പത്ത് നോക്കി വിവാഹം കഴിക്കുകയും പിന്നീട് അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് കുടുംബ ജീവിതമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രണയവും സ്നേഹവും ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ഇടപെടലുകളിലും മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. എൻ്റെ വൈഫിനെ ഞാൻ പ്രണയിക്കുന്നു എന്നത് കിടപ്പറയിൽ പോയി ചെയ്യേണ്ട ഒരു പണിയല്ല, പുറത്ത് വളരെ ഗൗരവത്തിലാണ്. ഉമ്മയും ഉപ്പയും ഉള്ളിടത്ത് അതിനേക്കാൾ ഗൗരവത്തിലാണ്. എന്നിട്ട് എൻ്റെ പ്രണയ സാഫല്യങ്ങളെല്ലാം, എൻ്റെ പ്രണയ പ്രകടനങ്ങളെല്ലാം എൻ്റെ കിടപ്പറയിലാണ് എന്ന് പറയുന്നത് തെറ്റാണ്. എൻ്റെ കുട്ടി, എൻ്റെ ഭാര്യയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അവളോടുള്ള ദയയും അവളോടുള്ള അപ്രിസിയേഷനും അവരെ ചേർത്ത് നിർത്തലുമെല്ലാം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ
കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയേണ്ടതാണ്. ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ അത് അംഗീകരിക്കാനും, ഒരു നല്ല വസ്ത്രം കണ്ടാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും, അവരെ കേൾക്കാനും, അവരുടെ വിയോജിപ്പുകൾക്ക് ഇടം കൊടുക്കുവാനും കൂട്ടുത്തരവാദിത്വത്തോടെയും ജനാധിപത്യത്തോടെയും. ജനാധിപത്യമൊക്കെ നമ്മൾ പുറത്തു പറയും. നമ്മുടെ കുടുംബത്തിനകത്ത് ജനാധിപത്യമുണ്ടോ? മക്കളെ കേൾക്കാറുണ്ടോ? ഭാര്യയെ കേൾക്കാറുണ്ടോ? മകളെ കേൾക്കാറുണ്ടോ? 15 വയസ്സുള്ള മോനെ കേൾക്കാറുണ്ടോ? വീട്ടിലൊരു സംഭവം നടക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ അഭിപ്രായമുണ്ട്, അവരെ കേൾക്കാറുണ്ടോ? കുടുംബത്തെ ഒന്ന് വിളിച്ചിരുത്താറുണ്ടോ? അതല്ല, എല്ലാം നമ്മൾ തലയിലേക്ക് നമ്മൾ ടെൻഷൻ അടിച്ച്, പിന്നെ നമുക്ക് സങ്കടം. ഞാൻ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ പെണ്ണുങ്ങളെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ മക്കളെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. മനസ്സിലാക്കാതിരിക്കുന്നതിന് നമ്മൾ തന്നെ കാരണക്കാരാകാൻ പാടില്ല. നമ്മളെല്ലാ കാര്യങ്ങളും മക്കളുമായി പങ്കുവെക്കണം, ഭാര്യയുമായി പങ്കുവെക്കണം. പരസ്പരം കൂടിയാലോചിച്ചും അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്വത്തോടും കൂടി നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതുപോലെ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ മരുമകൾ എന്നാണ് നമ്മൾ പ്രയോഗിക്കുക തന്നെ. മരുമോള് എന്നാ പറയാ. മരുമോള്, അമ്മോശങ്കാക്ക, മരുമോള്, അമ്മായിമ്മ. ഈ പ്രയോഗത്തിന് തന്നെ വല്ലാത്തൊരു ആ പ്രയോഗം അഥവാ മരുമകൾ, അമ്മോശൻ, അമ്മായിമ്മ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ പൊതുവെ ഉദ്ഘോഷിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. എൻ്റെ മക്കളാണ്, എനിക്ക് 2, 3, 4 മക്കളാണ് എനിക്കുള്ളത്. എൻ്റെ മോൻ കല്യാണം കഴിച്ചാൽ എനിക്ക് 5 മക്കളാണ്. എൻ്റെ മോള് കല്യാണം കഴിച്ചാൽ എനിക്ക് 6 മക്കളായി. എൻ്റെ 4 മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ എനിക്ക് 8 മക്കളായി. ഈ മക്കൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഒരു ഉപ്പി ഒരു ഉമ്മയാണ്. ഇപ്പൊ അവിടുത്തെ ഉപ്പി അവിടുത്തെ ഉമ്മി, 2 ഉപ്പയും 2 ഉമ്മയുമാണ്. ഈ ഒരു ഉയർന്ന മൂല്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ കുടുംബജീവിതം മാറണമെന്നാണ് പറയുന്നത്. എൻ്റെ മോളെ കാര്യത്തിൽ പലപ്പോഴും ചില ഉമ്മമാരെ കുറിച്ച് കാണാൻ കഴിയും. അവർ കല്യാണം കഴിച്ചയച്ച സ്വന്തം പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ അസ്വസ്ഥരാണ്. അവളുടെ അവിടുത്തെ സുഖത്തെക്കുറിച്ച്, അവിടുത്തെ പരിഗണനയെക്കുറിച്ച്, അവിടുത്തെ കുറവുകളെ കുറിച്ച്, അവിടുത്തെ പരിമിതികളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇതെല്ലാം കേൾക്കുന്ന എൻ്റെ മകൻ കല്യാണം കഴിച്ച മകളും ഇവിടെയുണ്ട്, അതും എൻ്റെ മകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെയും വ്യഥകളും വേദനകളും മനസ്സിലാക്കി കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. വിവേചനമില്ലാത്ത സമീപനം ആൺകുട്ടികളോടും പെൺകുട്ടികളോടും, ആൺകുട്ടികളുടെ മക്കളോടും പെൺകുട്ടികളുടെ മക്കളോടും ഒക്കെ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയേണ്ടതാണ്. ഞാൻ പറയുന്നത്, ആ കുട്ടി കുടുംബം പഠിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്, എൻ്റെ മോള് കുടുംബം പഠിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അസന്തുലിതമാണ് എങ്കിൽ, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വിവേചനപരമാണ് എങ്കിൽ, എൻ്റെ കുടുംബം എന്ന് പറയുന്ന ആണധികാര പ്രയോഗത്തിൻ്റെതാണ് എങ്കിൽ, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എങ്കിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ വെറും ഒരു പാചകക്കാരിയും മലക്കുകാരിയും തേപ്പുകാരിയും തൂപ്പുകാരിയുമാണ് എങ്കിൽ, എൻ്റെ മോള് തീരുമാനിക്കും, ഉമ്മയോ സഹിച്ചു, ഇനി എനിക്കൊരു കല്യാണം വേണ്ട. എന്നാൽ അവൾ തേക്കും, എന്നാൽ അവൾ തൂത്തുവാരും, എന്നാൽ അവൾ പാചകം ചെയ്യും, എന്നാൽ അവൾ എൻ്റെ വസ്ത്രം ചിലപ്പോൾ അലക്കും, എന്നാൽ അവൾ എൻ്റെ ജീവിതത്തിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ അതെല്ലാം പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെയുള്ള പ്രണയത്തിൻ്റെയും ഒക്കെ തലത്തിൽ നടന്നു പോകുന്ന കൂട്ടുത്തരവാദിത്വത്തിലുള്ള ഉത്തരവാദിത്വമാണെങ്കിൽ അതെൻ്റെ മക്കൾ ആസ്വദിക്കും. അതിൻ്റെ മക്കൾ ആസ്വദിക്കും. നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാമല്ലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവർ മാത്രം ഉത്തരം നിർവഹിക്കുന്ന സവിശേഷ ഉത്തരവാദിത്തമുണ്ട്. ഗർഭധാരണം, ഇതിൻ്റെ ഭാരം അവർക്കാണറിയാം. പ്രസവം അവർക്കാണറിയാം. മറയൂട്ടൽ അവർക്കാണറിയാം. പലപ്പോഴും നമ്മുടെ ചില പുരുഷന്മാർ പീരീഡിൻ്റെ ടൈമിൽ പോലും, ആർത്തവത്തിൻ്റെ ഘട്ടത്തിൽ പോലും ദയാദാക്ഷിണ്യത്തോടു കൂടിയുള്ള നോട്ടം പോലും നോക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നല്ല മുത്തക്കിയാണ്. അതല്ലാത്ത ഘട്ടത്തിൽ അഥവാ ആ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ പല പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരുപാട് അന്തസ്സംഘർഷം അനുഭവിക്കുകയും പ്രയാസം അനുഭവിക്കുകയും ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷമം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോഴും നമ്മളുടെ പാചകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത്, കുടുംബത്തിൽ ഉത്തരവാദിത്വം പുരുഷന്മാർക്ക് ധാരാളം ഉണ്ടാവും. അവർ നെട്ടോട്ടം ഓടുന്നവരാണ്, ടെൻഷൻ അനുഭവിക്കുന്നവരാണ്, മനുഷ്യത്തിൻ്റെ എല്ലാ ഭാരവും പോരുന്നവരാണ്. അതേസമയം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജീവിതപാതി എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി എനിക്കെല്ലാ സപ്പോർട്ടും വീട്ടിൽ നിന്ന് ചെയ്തു തരുന്നവരാണ്. ഇത് രണ്ടും ഏതാണ് വലുത് എന്ന് ചോദിച്ചാൽ രണ്ടും വലുതാണ്. ഭാര്യയ്ക്ക് ജോലിയൊന്നും ഇല്ല എന്ന് പറയും. ഭാര്യയ്ക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഓൻ്റെ അത്ര സർക്കാർ ഓഫീസിൽ പണിയില്ല എന്നാണ് പറയുന്നത്. ഭാര്യയ്ക്കും ജോലിയില്ലേ? നമ്മളെന്താ പറയാ, നിങ്ങളെ വൈഫ് എന്താ? വൈഫിന് ജോലിയൊന്നുമില്ല. വൈഫിനാ ജോലിയുള്ളത്, വൈഫിനാണ് ജോലിയുള്ളത്. എൻ്റെ 4 മക്കളെ നോക്കിയത് എൻ്റെ വൈഫാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊരുപാട് മക്കൾ അംഗീകാരത്തിലേക്ക് പോകുമ്പോൾ ആരാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പണിയെടുത്തത്? നമ്മുടെ ഭാര്യമാരാണ്. ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്നാണ് അവർ പഠിച്ചു തുടങ്ങിയത്. ഉമ്മയാണ് അവരെ കൈപിടിച്ച് വളർത്തിയത്. ഉമ്മയാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പങ്കാളികളായത്. നമ്മൾ രാവിലെ പുറപ്പെട്ടാൽ വൈകുന്നേരമാണ് എത്തുക. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനക്കനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തിയെടുത്തു എന്നുള്ളത് അവർ നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഹൈറാണ്.
അതോടൊപ്പം തന്നെ അവർ ജോലിക്ക് പോകുന്ന സാഹചര്യമാണെങ്കിലോ അപ്പം നമ്മൾ കുറച്ചുകൂടി അവരോട് സഹകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, കാലത്ത് സാലത്തു ആയിഷ റളിയല്ലാഹു അൻഹ മാക്കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്നഉ ഫീ ബൈതിഹി. അള്ളാന്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബിയോട് ചോദിച്ചു, അള്ളാന്റെ റസൂല് വീട്ടിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? കാലത്ത് കാന യകൂനു ഫീ മിഹ്നത്തി അഹ്ലിഹി, തന്റെ കുടുംബിനിയോടൊപ്പം കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് സഹായിക്കാറുണ്ട്. ഖിദ്മത്തി അഹ്ലിഹി, അഥവാ തന്റെ കുടുംബിനിയെ സഹായിക്കാറുണ്ട്. ഫൈദാ ഹദറത്തി സ്വലാത്ത് ഖറജ ഇല സ്വലാത്ത്, അങ്ങനെ നമസ്കാരങ്ങളിൽ വിളിക്കപ്പെട്ടാൽ തന്റെ പ്രിയപ്പെട്ടവളുടെ അടുത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടാറുണ്ട്. ഐഷാബിയോട് ചോദിച്ചു, മാകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ഫീ ബൈതിഹി, അള്ളാഹുവിന്റെ റസൂല് വീട്ടിൽ ചെയ്യാറുള്ള പണി ഏതു സ്വഭാവത്തിലുള്ള പണിയാണ്? ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖാലത്ത് കാന യഖീതു സൗബഹു വയഖ്സിഫു നഗ്ലഹു വയഅമലു മാ യഅമലു റിജാലു ഫീ ബിയൂതിഹിം. അള്ളാഹുവിന്റെ റസൂല് തന്റെ വസ്ത്രം തുന്നാറുണ്ട് അള്ളാഹുവിന്റെ റസൂല്, അതുപോലെ തന്നെ തന്റെ ചെരുപ്പ് തുന്നാറുണ്ട് അള്ളാഹുവിന്റെ റസൂല്. സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് ചെയ്യാവുന്ന വർക്കുകളൊക്കെ തന്റെ വീട്ടിൽ നിർവഹിക്കാറുണ്ട്, കറക്കാറുണ്ട്, അകിടിൽ നിന്ന് പാല് കറക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നിമാരെ ചേർത്ത് പിടിച്ച പോലെ ഈ കാലഘട്ടത്തിലും 14 നൂറ്റാണ്ട് മുമ്പ് തൻ്റെ ഭാര്യമാരെ നമ്മുടെ ജീവിതത്തിനോട് ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. ആ ഒരർത്ഥത്തിൽ ഞാൻ പറയുക, അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ മക്കൾക്ക് മാതൃകയാകാവുന്ന കുടുംബജീവിതം നമുക്ക് നടത്താൻ പറ്റണം. ഒരുമിച്ച് ആഹാരം കഴിക്കണം. നമ്മൾ എത്ര പേരാണ് ഒരുമിച്ച് ആഹാരം കഴിക്കാറുള്ളത്? ഒരുമിച്ച് ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമല്ലേ? അല്ലാൻ്റെ റസൂല് ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളില്ലേ തൻ്റെ മക്കളോട് പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഈ ഒരർത്ഥത്തിൽ കുടുംബത്തെ ചേർത്ത് നിർത്തി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പരിഗണനയുടെയും പരിചരണത്തിൻ്റെയും എല്ലാം ഒരുപാട് മൂല്യങ്ങളെ നെഞ്ചേറ്റി കുടുംബജീവിതത്തിലൂടെ മാത്രമേ കൈവിട്ടു പോകുന്ന പുതിയ ജനറേഷനെ, കൈവിട്ടു പോകുന്ന പുതിയ സാമൂഹ്യക്രമത്തെ, കൈവിട്ടു പോകുന്ന ലിബറലിസത്തിൻ്റെ നിരുത്തരവാദ ലൈംഗിക അരാജകത്വത്തിൻ്റെ കുത്തൊഴുക്കിനെ നമുക്ക് തടയിടാൻ കഴിയുകയുള്ളൂ. ആ അർത്ഥത്തിൽ നമ്മൾ തുടങ്ങേണ്ടത് ലിബറലിസത്തെ ആശയത്തോട് നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്, ആശയത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ആശയത്തെ നേരിടുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പകർന്നു തന്ന കുടുംബജീവിതത്തെ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് മുമ്പിൽ പ്രതിസ്ഥാനത്താണോ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മുമ്പിൽ പ്രതിസ്ഥാനത്താണോ, ഞാനാക്കിയ ഞാൻ എൻ്റെ ബാപ്പാൻ്റെ മുമ്പിൽ പ്രതിസ്ഥാനത്താണോ, എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മാൻ്റെ മുന്നിൽ ഞാനൊരു തേങ്ങലാണോ എന്ന് നമ്മളൊക്കെ ആത്മപരിശോധന നടത്തണം. അതിന് നിങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടുമെങ്കിൽ ഒരു ലിബറലിസത്തിന് നമ്മുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട കുടുംബജീവിതം നയിക്കാൻ, അവനിഷ്ടപ്പെട്ട മാർഗേണ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.